Hello everyone, welcome to Kids Area Online. Class 2 English Tuition ആണെന്ന്. First unit, an umbrella for all. നമ്മൾ റീഡ് ചെയ്യാൻ, വായിക്കാൻ പഠിക്കുവാണ്. എല്ലാവരും റെഡിയാണോ? വായിക്കാൻ പഠിക്കാൻ എല്ലാവരും റെഡിയാണോ? എന്നാൽ വേഗത്തിൽ പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വന്നോളൂ. നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വന്നോളൂ. കിഡ്സ് ഏരിയ ഓൺലൈൻ LKG ആൻഡ് UKG റെഗുലർ ക്ലാസ്സസും അതുപോലെ ട്യൂഷനും നൽകുന്നുണ്ട്. റെഗുലർ ക്ലാസ്സസ് എന്നാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതായത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്ക് നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം. LKG UKG 1 ഇയർ കോഴ്സാണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ജൂലൈ മുതൽ LKG UKG ക്ലാസ്സുകളുടെ ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷനും നൽകുന്നുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്തോളൂ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇവയെ വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ്സസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ ഒത്തിരി വർഷങ്ങളായി നടന്നു വരുന്ന ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവർ അടുത്ത ബാച്ചിലേക്ക് വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും വരുന്നത്. അതുപോലെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലേക്ക് പോവാണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ നെയിം എന്താണ്? ആൻ umbrella. Umbrella, kuda. An umbrella for all. An umbrella for all. വായിച്ചേ, ടീച്ചറിന്റെ കൂടെ വായിച്ച യൂണിറ്റിന്റെ പേരെന്താണ്? An umbrella for all. An umbrella for all. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വായിക്കുവാനാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് വായിക്കേണ്ടതെന്നാണ് പഠിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 8 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 8 എടുത്തായിരുന്നോ? അവിടുത്തെ ഇതുപോലൊരു ആൻറ്റിനെ കാണുന്നുണ്ടോ? ആൻറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റ് മീൻസ് ഉറുമ്പ്. ആൻറ്റ് മീൻസ് ഉറുമ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ഉറുമ്പിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ആൻറ്റ്. ഉറുമ്പിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ആൻറ്റ്. ഓക്കെ, നമുക്ക് വായിക്കുവാൻ പഠിക്കാം. പേജ് നമ്പർ 8 ഭാഗമാണ് വായിക്കാനായിട്ട് പഠിക്കുന്നത് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. എ സ്മോൾ ആൻറ്റ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. എ സ്മോൾ ആൻഡ്, ഒരു ചെറിയ ഉറുമ്പ്. സ്മോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പ്. എ സ്മോൾ ആൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് തിരയുന്നു. ഫോർ ഫുഡ്. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് for food. ടീച്ചറിന്റെ കൂടെ വായിച്ചേ. A small ant was searching for food. ഒരു ചെറിയ ഉറുമ്പ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം തേടുകയായിരുന്നു, ആഹാരം തേടുകയായിരുന്നു. A small ant was searching for food. ഇതുവരെ വായിക്കാൻ കഴിയുന്നുണ്ടോ? വായിച്ചേ. എ സ്മോൾ ആൻഡ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. സഡൻലി പെട്ടെന്ന്. സഡൻലി എങ്ങനെ വായിക്കുക? സഡൻലി ഇറ്റ് ആണ്. ഇറ്റ് സ്റ്റാർട്ടഡ് തുടങ്ങി. റെയിനിങ് മഴ തുടങ്ങി. പെട്ടെന്ന് മഴ തുടങ്ങി. റെയിൻ മഴ. റെയിനിങ് മഴ. റെയിനിങ് RAIN റെയിൻ. ING കൂടി ചേരുമ്പോൾ റെയിനിങ്. START സ്റ്റാർട്ട്.
ED കൂടെ ചേരുമ്പോൾ started. Started. സ്റ്റാർട്ടിൻ്റെ കൂടെ ED ചേരുമ്പോൾ started എന്ന് വായിക്കാം. റെയിനിൻ്റെ കൂടെ ING ചേരുമ്പോൾ raining. ഇങ്ങെന്നും കൂടി വായിക്കാം. raining. ഓക്കെ. Suddenly. Suddenly it started raining. Suddenly it started raining. അപ്പോൾ ഇത് ആദ്യത്തെ 2 ലൈൻസ് ഒന്ന് വായിച്ച് 2 ലൈൻസ് ഒന്ന് വായിച്ചേ. A small ant was searching for food. Suddenly it started raining. ഒരു ചെറിയ ഉറുമ്പ് ആഹാരം തേടുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. I am all wet. ഞാൻ ആകെ നനഞ്ഞു. I am. I am. I am. I am. I am. I am all. ALL all. I am all. I am all wet. നനഞ്ഞു. wet. I am all wet. ഞാൻ ആകെ നനഞ്ഞു. മഴ നനയുമ്പോൾ നമ്മൾ ആകെ നനയത്തില്ലേ? അതിപ്പോൾ ഉറുമ്പ് പറയാണ് I am all wet. ഞാൻ ആകെ നനഞ്ഞു. I am all wet. ഞാൻ ആകെ നനഞ്ഞു. Where. 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 എവിടെ. Where. Where. Shawl. ALL all എന്ന് വായിച്ചല്ലോ. SHALL shawl. Where shall I find shelter? Where shall I find shelter? എനിക്ക് എവിടെയാണ് ഒതുങ്ങി നിൽക്കാൻ? അഭയം എന്നാ പറയുക. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം. നമുക്ക് ഒതുങ്ങി നിൽക്കാൻ, നമുക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം, നമുക്ക് ഒതുങ്ങി ഒന്നും ഒരു അപകടവും കൂടാതെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലം, അഭയം, ഷെൽട്ടർ. എനിക്ക് എവിടെയാണ് ഒരു അഭയം കിട്ടുക? Where shall I find shelter? ഞാൻ എൻ്റെ അഭയം എവിടെ കണ്ടെത്തും? Where shall I find? Find എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക, കണ്ടെത്തുക. I find shelter. Where shall I find shelter? ഞാൻ എവിടെ എൻ്റെ അഭയസ്ഥാനം കണ്ടെത്തും? ഞാൻ എവിടെ ഒതുങ്ങുമെന്ന് ചോദിക്കുകയാണ്. The ant. The അല്ലെങ്കിൽ the ant looked around. The ant looked around. The എന്നും the എന്നും വായിക്കാം. അത് ആ വേർഡ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് വേർഡിൻ്റെ സ്റ്റാർട്ടിങ് AEIOUലാണെങ്കിൽ ദി എന്ന് വായിക്കുക, അല്ലെങ്കിൽ ദ എന്ന് വായിക്കുക. ഓക്കെ. ദി ആൻഡ് ലുക്ഡ് അറൗണ്ട്. ദി ആൻഡ് ലുക്ഡ്. ലുക്ഡ് അറൗണ്ട്. ROUND റൗണ്ട്. എ കൂടി ചേരുമ്പോൾ അറൗണ്ട്. അറൗണ്ട്. ലുക്ഡ് അറൗണ്ട്. ഇത്രയും വായിക്കാൻ പഠിച്ചോ? അങ്ങനെയാണ് ടീച്ചറിൻ്റെ കൂടെ വായിച്ചേ. ഇതിൻ്റെ അർത്ഥം ടീച്ചർ പറഞ്ഞു തരാം. ഒരു ഉറുമ്പ് ആഹാരം തേടി നടക്കുമായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. ആ ഉറുമ്പ് ആകെ നനഞ്ഞു. അപ്പോൾ ഉറുമ്പ് ചോദിക്കണം, ഞാൻ എവിടെയാ ഒന്ന് മാറി നിൽക്കുക? എനിക്ക് എവിടെയാ ഒരു ഷെൽട്ടർ? ഈ മഴ നനയാതെ എനിക്ക് എവിടെയാ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പറ്റുക? എൻ്റെ അഭയം എവിടെ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞ് ആൻറ്റ് എന്ത് ചെയ്യാണ്? ചുറ്റും നോക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റോറി. അപ്പോൾ നമുക്കിത് വായിക്കാനായിട്ട് പഠിക്കാം. ലെറ്റ്സ് റീഡ്. വായിക്കാം. എ സ്മോൾ ആൻഡ് was searching for food. Suddenly it started raining. I am all wet. Where shall I find shelter? The ant looked around. ഒരിക്കൽ കൂടി വായിക്കാം. ടീച്ചറിന്റെ കൂടെ വായിക്കുക. A small ant was searching for food. Suddenly it started raining. I am all wet. Where shall I find shelter? The ant looked around. Okay, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് നോക്കുക കേട്ടോ. വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അടുത്ത പേജിലുള്ളത് ടീച്ചർ അടുത്ത ദിവസം വായിക്കാൻ പറഞ്ഞു തരാം. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ച് നല്ലതുപോലെ വായിച്ച് തെറ്റാതെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.